അസ്സലാമു അലൈക്കും. സായിക്കിൻ്റെയും സേൻ്റെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒത്തിരി വിശേഷങ്ങളുമായിട്ടാണ്. ഓർമ്മകളുടെ മണമുള്ള സ്നേഹം തളം കെട്ടി നിൽക്കുന്ന ഒരു പഴയ തറവാടാണ് ST തറവാട്. പുതിയ കാലത്തെ തിരക്കുകളിൽ നിന്ന് മാറി ഞങ്ങൾ ആ പഴയ കാലത്തെ ഉമ്മറത്തേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഓരോ വളവ് കഴിയുമ്പോഴും തറവാട് കാണാനുള്ള ആവേശത്തിലായിരുന്നു സായിക്കും സയാനും. അങ്ങനെ സായിക്കും സയാനും നടന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. അങ്ങനെ സായിക്കും സയാനും നടന്നു പോകുന്നിടയിൽ സായിക്ക് വീഴുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അവൻ്റെ ചെരുപ്പ് സ്ലിപ്പായതായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അവൻ നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നമൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് അവർ നടക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ പോകുന്ന പാതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് കഥകൾ പറയാനുള്ള തറവാട്ടിലേക്കുള്ള വഴിയാണിത്. സായിക്കും സയാനും അറിഞ്ഞോ അറിയാതെയോ നടന്നു നീങ്ങുന്നത് അവരുടെ വേരുകളിലേക്കാണ്. ചെറിയ കാലടികൾ, വലിയ ഓർമ്മകൾ. പുതിയ കാലത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി പഴമയുടെ ആ പഴയ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അവിടുത്തെ മണ്ണും കാറ്റും അവരെ സ്വാഗതം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. സായിക്കും സയാനും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഒന്നും എനിക്ക് മനസ്സിലായില്ല. സായിക്ക് അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഐസ് വാങ്ങിത്തരണേ. അതെനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. സയാൻ എവിടെ പോയാലും മാങ്ങ എടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പക്ഷെ ഇന്നും അവനിക്കൊരു മാങ്ങ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു അത് ചീത്തയാണ്, അത് എടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ സയാനോട് ഞാൻ പറഞ്ഞു അത് ചീത്തയാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവനത് എറിയുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ എന്തൊക്കെയോ അവർ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ആ പീടികയിലുള്ള അവരോട് എന്തൊക്കെയോ പറയുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു വാ പോവാലോ, നമുക്ക് നടക്കാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ നിന്ന് നടക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സായിക്ക് വളരെ ഹാപ്പിയാണ്. സായിക്ക് എല്ലാവരും ടാറ്റയൊക്കെ പറയുന്ന രംഗമാണ് കാണുന്നത്. അങ്ങനെ പോകുന്നിടയിൽ സായിക്കും സയാൻ അവിടെ ഒരു സ്കൂൾ കണ്ടു. ആ സ്കൂളിലേക്ക് അവർക്ക് പഠിക്കണം എന്നുള്ള ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഉമ്മ എനിക്ക് ഈ സ്കൂൾ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം ആ സ്കൂളിൻ്റെ അടുത്ത് അവിടെ നിന്ന് നോക്കി നിന്ന് പിന്നെ അവിടെ നിന്ന് നടക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. സായിക്കിനോട് സയാനോട് ഞാൻ പറഞ്ഞു വണ്ടിയൊക്കെ വരുന്നുണ്ട്, സൈഡിലൊക്കെ നിൽക്കണേന്ന് പറഞ്ഞു. ആ പറയുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സൈഡിൽ നിൽക്കണേന്ന് ഞാൻ അവനോട് പറഞ്ഞു സൈഡിൽ നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അവനെ എന്നോട് പറഞ്ഞു കേൾക്കുന്നില്ല. അവൻ കേൾക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, അവനങ്ങ് പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഷുഹൈബിൻ്റെ പീടികേൻ്റെ അടുത്തെത്തി. അങ്ങനെ ഷുഹൈബിൻ്റെ പീടികേൻ്റെ അടുത്തിൽ ആ റോഡ് കൂടിയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു പോയിക്കൊണ്ടിരുന്നു. പോയിന്നിടയിൽ സയാൻ ഓടിയപ്പോൾ സയാൻ വീഴുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സയാൻ്റെ കൈൻ്റെ മുട്ടും കാലിൻ്റെ മുട്ടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവനിക്ക് നടക്കാൻ തീരെ വയ്യായിരുന്നു. അപ്പോൾ എന്നിട്ടും അവൻ അവിടെ നടക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. പാവം ഉണ്ടായിരുന്നു. അയ്യോ പാവോ. സയാനെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. സായിക്കും സയാൻ ഇത്ര ധൃതി പിടിച്ച് പോകുന്നത് എന്തിനാണെന്നറിയോ? തറവാട്ടിലേക്ക് തന്നെ, അതൊക്കെ ഓക്കെ. പക്ഷേ തറവാട്ടിലേക്കാട്ടി അവർ നേരെ പോകുന്നത് അവിടെയുള്ളൊരു പീടികയുണ്ട്. ആ പീടികയിൽ നിന്ന് അവർക്ക് ചോക്കോബാറും അതേപോലെ ഐസ്ക്രീമും ഇതൊക്കെ കഴിക്കേണ്ടിയിട്ടാണ് അവരിങ്ങനെ ധൃതി പിടിച്ച് പോകുന്നത്. അവരുടെ രംഗങ്ങൾ നിങ്ങൾ കണ്ടോളൂ.
പാവം എൻ്റെ കൈൻ്റെ മുട്ടുമെന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും തറവാട്ടിലെത്തിക്കാൻ നിനക്ക് മരുന്നൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു. ആ പറയുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. പാവം എൻ്റെ കൈയൊന്ന് കണ്ടു നോക്കൂ, കൈൻ്റെ മുട്ടൊക്കെ പൊട്ടി ബ്ലഡൊക്കെ വരുന്ന രംഗമാണ് കാണുന്നത്. പിന്നെ ആ നേരെ ഇതായിക്ക് പോകുന്നത് ആ പീടികയിലേക്കാണ്. ആ പീടികയിൽ നിന്ന് നേരെ ചോക്കോബോറോ ഐസ്ക്രീമൊക്കെ വാങ്ങി അങ്ങനെ നടന്നു പോകുന്നിടയിൽ അത് തിന്നുകൊണ്ടുമാണ് അവർ പോയത്. നിങ്ങൾ കണ്ടോളൂ അവരുടെ രംഗങ്ങളൊക്കെ. ഇതാണ് ഞാൻ പഠിച്ച മദ്രസ. ഓരോ യാത്രയും നമ്മളറിയാതെ ഒരുപാട് ദൂരേക്ക് പോകാറില്ലേ? ഈ ചുമരുകൾക്കും വരാന്തകൾക്കും കുട്ടിക്കാലത്ത് ഒരുപാട് കഥകളുണ്ടാവും. ഓടി നടന്ന ആ സുന്ദര നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നും ഇന്നും മായുന്നില്ല. ഈ മുറ്റത്തെ മണലിന് പോലും ആ പഴയ സ്നേഹത്തിൻ്റെ മണമാണ്. ഇന്ന് സായിക്കിനെയും സേനയും കൂട്ടി വന്നപ്പോൾ എൻ്റെ ബാല്യം തിരിച്ചു കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു തന്ന ഈ ലോകം എനിക്കെന്നും പ്രിയപ്പെട്ട ഓർമ്മയായിരിക്കും. യാത്രകൾ പലപ്പോഴും അവസാനിക്കുന്നത് ഈ കടലിൻ്റെ ശാന്തതയിലേക്കാണ്. ഇതാണ് നമ്മുടെ ഡി ലാൻഡ് ബീച്ച്. ഗായ്ക്കും ചെയ്യാൻ നടന്നു പോകുന്നത് കണ്ടോ? നീലാകാശവും തിരമാലകളും ഒന്നിക്കുന്ന ഒരിടമാണ് ഡി ലാൻഡ് ബീച്ച്. എല്ലാവരും വരണം കേട്ടോ, നല്ല വൈബാണ്. അവിടെയൊക്കെ കാണാൻ, അവിടെ ഏറ്റവും കൂടുതൽ വരേണ്ടത് വൈകുന്നേരമാണ്. അവിടെ ഇറങ്ങാൻ ഏറ്റവും നല്ല ഭംഗിയാണ്, നല്ല വൈബാണ്, നല്ല വ്യൂ പോയിൻ്റാണ്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ്. എല്ലാവരും വരണം കേട്ടോ അവിടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. തീരത്തണിഞ്ഞ തോണികൾക്കും ഈ കടൽക്കാറ്റിനും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഓരോ തിരമാലയും മണലിൽ തൊട്ട് മടങ്ങുമ്പോൾ ഇത് നമ്മളിലെ എല്ലാ സങ്കടങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെയാണോ? കമൻറ്റ് ചെയ്യണേ. തിരമാലകളെ അത്ഭുതത്തോടെ നോക്കുന്ന സായിക്കും സേനയും ഇതൊരു പുതിയ ലോകമാണ്. ഈ ഉപ്പുകാറ്റും കടലിൻ്റെ ഇരമ്പലും അവരുടെ മനസ്സിന് നൽകുന്ന സന്തോഷം വേറെ തന്നെയാണ്. അങ്ങനെ സായിക്കും സേന അവിടെ നിന്ന് നടന്നു പോകുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് ഡി ലാൻഡ് ബീച്ച് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. കടൽ എന്നും ഒരു വിസ്മയമാണ്. ഒരിക്കലും കണ്ടു തീരാത്ത, ഒരിക്കലും പറഞ്ഞു തീരാത്ത ഒരു വലിയ വിസ്മയമാണ് കടൽ. അങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്നത് ഡി ലാൻഡ് ബീച്ചിലെ ഒരു തട്ടുകടയാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ തേങ്ങ വിൽക്കുന്നൊരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ തേങ്ങയുടെ ചകിരിയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ചകിരി വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കോളൂ. വിലയൊന്നും എനിക്കറിയുന്നില്ല, വിലയൊക്കെ കുറവാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്കറിയൊന്നുമില്ല അവിടുത്തെ വില എന്താണെന്ന് എനിക്കറിയൊന്നുമില്ല. അങ്ങനെ സായിക്കും സേനയും കുറച്ച് നേരം ചകിരിയൊക്കെ കൂട്ടിയിട്ടെടുത്ത് നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് നടന്നു തുടങ്ങുന്നിടയിൽ സേന ഒരു കരിക്ക് കിട്ടിയപ്പോൾ കളിക്കുന്ന രംഗം കണ്ടോ? അല്ലേ തന്നെ അവൻ്റെ കൈൻ്റെ മുട്ടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടത് അവരുടെ മാമൻ റിയാസ് മാമൻ വണ്ടിയെടുത്ത് പോകുന്ന രംഗമാണ് കാണുന്നത്. അതാണ് റിയാസ് മാമൻ കേട്ടോ. അങ്ങനെ അവിടെ നിന്നും കുറച്ച് നേരം മാമനെ നോക്കി നിന്നു. പിന്നെ അവിടെ നിന്ന് അവർ നടക്കുന്ന രംഗമാണ് കാണുന്നത്. ഇപ്പോൾ നേരെ പോകുന്ന എവിടത്തേക്കാണെന്നറിയോ? ആ കാണുന്ന പ്രാവിൻകൂട്ടിലേക്കാണ് അവരുടെ നേരെ നടത്തം. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു, പ്രാവിനൊന്നും അവർക്ക് അറിയില്ലെന്ന്. അവരാദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ അവരുടെ രംഗങ്ങളൊക്കെ. സമാധാനത്തിൻ്റെ പ്രതീകമായ പ്രാവുകളെ കാണാൻ വന്നതായിരുന്നു ഞങ്ങൾ. പക്ഷേ ഈ രണ്ട് ബിരുദന്മാരുടെ പ്ലാൻ വേറെയായിരുന്നു. ദാ കണ്ടില്ലേ, അവിടെ കണ്ട പ്രാവുകളെ ഒന്ന് ലക്ഷ്യം വെക്കുകയാണ് നമ്മുടെ സായിക്കും സേനോ.
പാവം പ്രാവുകൾ ഇതൊന്നും അറിയാതെ അവിടെ ഇരിക്കുകയാണ്. കയ്യിലൊരു കല്ല് കിട്ടിയാൽ ഇവന്മാർക്ക് ലോകം കീഴടക്കിയ ഫീലാണ്. ലക്ഷ്യം തെറ്റില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കല്ലെടുത്തെറിയുന്നത്. പക്ഷെ പ്രാവുകൾ അത്ര നിസ്സാരക്കാരൊന്നുമല്ലല്ലോ. കല്ലെത്തുന്നതിന് മുന്നിൽ പ്രാവുകൾ പറക്കാനുള്ള പ്ലാനിങ്ങിലാണ്. നിങ്ങളൊന്ന് കണ്ടോ സായിക്കിൻ്റെ അതിൻ്റെ വികൃതി. എൻ്റെ പടച്ചോനെ, സായിക്ക് ധ്യാനം ചെയ്യുന്ന രംഗം കണ്ടോ? അവിടുന്ന് ഒരു കല്ലെടുത്തിട്ട് എറിയുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ സന്തോഷം. പ്രാവുകളെ ഓടിച്ച സംതൃപ്തിയിൽ ഇവരിത് അടുത്ത കുസൃതിയിലേക്ക് കടക്കുകയാണ്. കടൽക്കാറ്റും തിരമാലകളുടെ സംഗീതവും ഒക്കെയായി ഒരു അടിപൊളി ഭക്ഷണം. അതാണ് ഈ യാത്രയിലെ ഹൈലൈറ്റ്. ഇതാണ് നമ്മുടെ കടലോരം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ഡീലാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ അടിപൊളി റെസ്റ്റോറൻറ്റിലേക്ക് എല്ലാവരും വരണം കേട്ടോ. അടിപൊളി ആംബിയൻസ് ആണല്ലോ ഇവിടെ. മുള കൊണ്ടും തടി കൊണ്ടും നിർമ്മിച്ച ഈ റെസ്റ്റോറൻറ്റിന് പ്രത്യേകതര ഭംഗിയുണ്ട്. ചൂട് ചായയും കടിയും കടൽക്കാറ്റും, അതൊരു പ്രത്യേകത വൈബ് തന്നെ. ബീച്ചിൽ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കടലോരത്തുള്ള റെസ്റ്റോറൻറ്റിൽ വന്നാൽ മതി. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഐസ് വരെയുണ്ട്, ചോക്കോബാറുണ്ട്, ഫാലൂദ ഉണ്ട്, പിന്നെ ബർഗറുണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ ഒരുപാട് ഐറ്റംസുകളും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കതൊന്നും നോക്കാൻ നേരം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തറവാട്ടിലേക്ക് പോകുന്നതല്ലേ, ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് വെച്ച് പിടിച്ചു. അതിനിടയിൽ സായിക്കുന്നതാണ് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. ആ രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തറവാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കടൽക്കാറ്റാണ്. ഈ കടൽക്കാറ്റും കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ പ്രത്യേകത സുഖം തന്നെയാണ്. ഈ കാണുന്നതാണ് തറവാട്ടിലേക്കുള്ള വഴി. അങ്ങനെ സായിക്കുന്നതാണ് നേരെ തറവാട്ടിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത്. ആ കാണുന്നതാണ് ഉമ്മാൻ്റെ ഏട്ടത്തിയുടെ വീടാണ്. ഇപ്പം ഓടിട്ട വീടാണ് ഞങ്ങളുടെ തറവാട്. ഞങ്ങളുടെ തറവാട് 2 നിലയായിരുന്നു. പക്ഷേ അവിടെ ആരും താമസിക്കാനില്ലാത്തതുകൊണ്ട് ഒരു നിലയാക്കിയിട്ട് മാറ്റിയതാണ്. സായിക്കുന്നതാണ് നേരെ പോയി അകത്തുള്ള ഒരു കസേരയിൽ ഇരിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് ഞങ്ങളുടെ തറവാട്ടിലെ ഭാഗം. പക്ഷെ ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ ഉമ്മാമ്മക്ക് 12 മക്കളാണ്. പക്ഷെ അത് 6 ആണും 6 പെണ്ണായിരുന്നു. പക്ഷെ ഇപ്പം നിലവിലുള്ളത് 10 മക്കളാണ്. അതിൽ 2 ആണ് മരിച്ചു പോയി കേട്ടോ. പിന്നെ എന്താണ് ഉമ്മാമ്മേനെ 9 മക്കൾ വീടൊക്കെ എടുത്തു പോയി. ഒരാൾ മാത്രമാണ് തറവാട്ടിലുള്ളത്. ഉമ്മാമ്മ മരിച്ച ശേഷം തറവാട്ടിൽ ഉമ്മാൻ്റെ അനുജത്തി മാത്രമാണ്. ഈ കാണുന്നതൊക്കെ ഞങ്ങൾ പറമ്പ് തന്നെയാണ് കേട്ടോ. അപ്പുറത്ത് കാടാണ്, അതിൻ്റെ അപ്പുറത്ത് മലയാണ്. പിന്നെ അവിടെ വാഴത്തോട്ടവും പിന്നെ കൃഷിയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഉമ്മാൻ്റെ അനുജത്തി തന്നെയായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൃഷിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ അപ്പുറത്ത് മലയാണെന്ന് പറഞ്ഞില്ലേ, ആ മലയിൽ പാമ്പും മുള്ളം പന്നിയും അതുപോലെ കുറുക്കനും
എന്ന് പറയണം എന്തൊക്കെ സാധനങ്ങളുടെ ഒക്കെ അതിലവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ഞാൻ അങ്ങോട്ട് പോക്കൊന്നുമില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുളമൊക്കെ ഉണ്ടായിരുന്നു. പേടിയായതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഈ വീഡിയോ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കുറുക്കനും കൂക്കി കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. ഇതാണ് ഉമ്മാനെ അനുസരിച്ച്. അവിടെ ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ ഷൂട്ട് ചെയ്യാൻ. പിന്നെ പോവാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ തറവാട്. 10-70 കൊല്ലം പഴക്കമുള്ള തറവാടാണിത്. വർഷങ്ങൾ എത്ര കടന്നു പോയാലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മളെ തിരികെ വിളിക്കുന്ന ഒരിടമാണ് നമ്മുടെ ST തറവാട്. ഈ ചുമരുകൾക്ക് പഴയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കഥകൾ പറയാനുണ്ടാവും. 2 നില കെട്ടിടമായിരുന്നു, പക്ഷേ അവിടെ താമസിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അത് 1 നിലയാക്കി മാറ്റിയതാണ്. ഓടിട്ട മേൽക്കൂരയും ഈ ചെറിയ ജനാലുകളും ഇതിലൂടെ വരുന്ന ഇളം കാറ്റിന് പോലും ഒരു പ്രത്യേകതൊരു സുഖം തന്നെയാണ്. ഇന്ന് സായിക്കിനെയും സേനയും കൂട്ടി വന്നപ്പോൾ എനിക്ക് ആ പഴയ കാലത്തെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് എൻ്റെ കൺമുന്നിൽ തെളിയുന്നത് പോലെയുള്ളത്. എൻ്റെ ബാല്യകാലം നല്ല രസമായിരുന്നു. അവിടെ റോഡൊന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴല്ലേ റോഡൊക്കെ വന്നത്. അവിടെ നല്ല പൂയായിരുന്നു. ആ പൂയിൽ ഞങ്ങൾ കബഡി കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും എന്ന് പറയണം. എന്തൊക്കെ കളിക്കാൻ പറ്റും അതൊക്കെ ഞങ്ങൾ കളിക്കുമായിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, ഹൈ ജമ്പ് കളിക്കും. ഒരുപാട് കളിയൊക്കെ ഞങ്ങൾ കളിച്ചൊരു സ്ഥലമായിരുന്നത്. ആ ബാല്യം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ മടുത്തു തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് മടങ്ങുന്നതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. കാറ്റിലാടുന്ന ആ വലിയ വാഴയിലകളും അവയ്ക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശമാണ് അവിടുത്തെ ഒരു പ്രത്യേകത. മനസ്സിനെ എത്ര പെട്ടെന്നാണ് ഈ പച്ചപ്പ് ശാന്തമാക്കുന്നത്. ഈ വരാന്തങ്ങളിൽ വീണ്ടും ഒരു കുസൃതിച്ചിരി മുഴങ്ങുമ്പോൾ ST തറവാടിന് പ്രത്യേകത ഒരു ഐശ്വര്യം വന്നതുപോലെ തോന്നി. ഇവിടെയായിരുന്നു പകലൊക്കെ ഉമ്മാമ വന്നിരിക്കാറുള്ളത്. ആ കാണുന്നത് ഉമ്മാമ തുപ്പാൻ ഉപയോഗിക്കുന്നൊരു പാത്രമായിരുന്നു. തുപ്പാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊരു തറവാടല്ലേ, ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ സായിക്കും സേനും പൂയിന്നൊക്കെ കളിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പൂയിന്ന് കളിച്ചിട്ട് മതിയായില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കുറച്ച് നേരം അങ്ങനെ പൂയിനെ കളിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു പോവാലെ, നമുക്ക് പോവാലെ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട ടൈമായിരുന്നു. ബാങ്ക് കൊടുക്കാനായപ്പോൾ കുറുക്കൻ അവിടുന്ന് കൂക്കി കൊടുക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ബാങ്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു കുറുക്കനും കൂക്കി കൊടുക്കുക. നിങ്ങളുടെ നാട്ടിലുമുണ്ടോ ഇങ്ങനെ കുറുക്കൻ കൂക്കി കൊടുക്കുന്നത്? ബാങ്ക് കൊടുക്കുമ്പോൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സായിക്കും ചെയ്യാനും കടൽക്കാറ്റ് കൊള്ളാനും വേണ്ടി കല്ലിൻ്റെ മേലെ കയറി കുത്തിയിരുന്നു. പിന്നെ കുറച്ച് നേരം ആ കടൽക്കാറ്റൊക്കെ കൊണ്ടു. പിന്നെ സൂര്യാസ്തമയൊക്കെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു പോവണ്ടേ, നമുക്ക് പോവണ്ടേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെയും കൂട്ടി പോകുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത്രയൊക്കെയുള്ളൂ ST തറവാടിൻ്റെയും ഡീലാൻഡ് ബീച്ചിൻ്റെയും ഈ കുഞ്ഞു വിശേഷങ്ങൾ. ഒരുപാട് ഓർമ്മകൾ പുതുക്കിയും സായിക്കിൻ്റെയും സേനയുടെയും കുസൃതികൾ കണ്ടും ഞങ്ങൾക്ക് ഈ ദിവസം ഒരു സിനിമ അനുഭവം തന്നെയാണ്. ഞങ്ങളുടെ ഈ കൊച്ചു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. അസ്സലാമു അലൈക്കും.